ഹലോ നമസ്കാരം. ഇന്ന് എടുക്കാൻ പോകുന്നത് 18/7/2026 നടന്ന 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, EP രാജഗോപാൽ. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, GV രാജ അവാർഡ്. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ഓപ്ഷൻ എ ആണ് ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഒഡീഷ. ലോഹങ്ങളുടെ രാജാവ്. ഓപ്ഷൻ എ ആണ് സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നതെവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നതെവിടെ? ഓപ്ഷൻ എ ബംഗളൂരു. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് രാമവർമ്മ ശക്തൻ തമ്പുരാൻ. 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്? ഓപ്ഷൻ ബി ആണ് 2026 ഏപ്രിൽ 9. അടുത്തത്, രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ശ്രീനാരായണ ഗുരു. അടുത്തത്, പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത. ഓപ്ഷൻ എ ആണ് ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല. ഓപ്ഷൻ ബി ആണ് തിക്ബോയ്. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ധാർവാർ ശിലകൾ. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം? ഓപ്ഷൻ എ ആണ് ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം? ഓപ്ഷൻ ഡി ആണ് രാഗസ്. മോളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? ഓപ്ഷൻ ബി ആണ് സൻഗാണ്ടൻ പാത. അടുത്തത്, സ്റ്റലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം? ഓപ്ഷൻ എ ആണ് വൂളാർ. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് അമാൻ സേതു. അടുത്തത്, ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയെ ചോദിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്
തെറ്റായത് 1ഉം 3ഉം. വ്യാവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു. ആഗോള മൂലധനം നിക്ഷേപത്തിനായി വാദിച്ചു. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നതാര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നതാര്? ഓപ്ഷൻ ബി ആണ് ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്തത് 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി. പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. ഇത് രണ്ടുമാണ് ശരിയായത്. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തിയാര്? താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തിയാര്? ഓപ്ഷൻ ഡി ആണ് സി രാജഗോപാലാചാരി. ഡോക്ടർ KN രാജുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ. തെറ്റായ പ്രസ്താവനകളെ ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 2ഉം. 1ഉം 2ഉം ആണ് തെറ്റായ പ്രസ്താവനകൾ. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടതാര്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടതാര്? ഓപ്ഷൻ ബി ആണ് അരുണ ആസഫ് അലി. അടുത്തത് ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1ാം സ്വാതന്ത്ര്യ സമരം. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് റാഫി അഹമ്മദ് കിത്വായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത്? ഓപ്ഷൻ ഡി ആണ് 2ഉം 3ഉം. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ. രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. അടുത്തത് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി ആണ് വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. 3 സിറ്റിസൺ ഫോർ ഡെമോക്രസി. സിറ്റിസൺ ഫോർ ഡെമോക്രസി. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏത്? എന്നാണ് അംഗീകരിച്ചത്? ഓപ്ഷൻ സി ആണ് 1947 ജൂലൈ 22. അടുത്തത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വി ഹരിനായർ. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി ആണ് 3. എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് ഭാഗം 4A പറയുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ആലുവയിൽ വെച്ചാണ്. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. ഉൾപ്പെടുന്നതാണ്
ഡി 1, 2, 3, 4 ഇതൊക്കെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇത്. തെറ്റായതാ ചോദിക്കുന്നത്. സി ആണ്. 3, 4 തെറ്റാണ്. അടുത്തത് മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? ഉൾപ്പെടുന്നത് ചോദിക്കുന്നത് എ ആണ്. 1, 2, 4 തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെയാണ്? ഓപ്ഷൻ ഡി ആണ്, JC ഡാനിയൽ. അടുത്തത് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഓപ്ഷൻ എ ആണ്, കണിക്കൊന്ന. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ഓപ്ഷൻ ബി ആണ്, സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ്, പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പെരിയാർ. അഞ്ചുവണ്ണം എന്നാൽ എന്ത്? ഓപ്ഷൻ സി ആണ്, വാണിജ്യ സംഘം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? ഓപ്ഷൻ ബി, എറണാകുളത്താണ്. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, പാലക്കാട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. അടുത്തത് കുളച്ചൽ യുദ്ധത്തിനു ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയത് ആരാണ്? ഓപ്ഷൻ എ, ഡില്ലനോയ്. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2, 4, 3, 1. കുണ്ടറ വിളംബരം, കുറിച്യ കലാപം, പൂക്കോട്ടൂർ കലാപം, മൊറാഴ സമരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? സി ആണ്, ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? തെറ്റായത് ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം തെറ്റായ പ്രസ്താവനയാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളി. അടുത്തത് ആഴമേറും നിൻ മഹസ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവ ദശകം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഓപ്ഷൻ
ഡി ആണ് ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ബി ആണ് പയറ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. ഒറ്റ സ്ഥിരകോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തമൊഴുകുന്നതും ആയ രക്തക്കുഴലുകളാണ് സിരകൾ. കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ കുഴലുകളാണ് ലോമികകൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. എയും ഡിയും ശരിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ ഡി. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ഓപ്ഷൻ സി ആണ് ക്ഷയം. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളാണ്? ഓപ്ഷൻ ഡി ഓർഗനോയിഡ്. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? ഓപ്ഷൻ ബി ആണ് കല്ലൻ പൊങ്കുടൻ. അടുത്തത് മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് മെലാറ്റോണിൻ. വായുമലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ലൈക്കനുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനു കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന: മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. കാരണം ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുക്കത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ശരിയായതാ ചോദിക്കുന്നത്? ഓപ്ഷൻ സി. എ ശരിയാണ്, 6 തെറ്റാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് 2000 ഹെർട്സ്. കാർബൺ 12, 13, 40 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ എ ആണ് കാർബൺ 12. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ഓപ്ഷൻ ബി ആണ് സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ്? ഓപ്ഷൻ എ ഉത്പാദനം. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം. ഓപ്ഷൻ സി ആണ് സിലിക്കൺ. കലാമിൻ ഏതു ലോഹത്തിൻ്റെ അയിര് ആണ്? കലാമിൻ ഏതു ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, സിങ്ക്. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി ഡാഷ് വാട്ടാണ്. എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 746 വാട്ടാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ ബി ആണ് റേഡിയം. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം.
ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികം ആകുന്ന താപനില ഏതാണ്? ഓപ്ഷൻ സി ആണ് 4 ഡിഗ്രി. ഇനി അങ്ങോട്ട് മാത്സ് ആണ്. ഞാനതിൻ്റെ ആൻസർ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ആൻസർ സി ആണ്. 82 ബി, 83 ഡി ആണ്, 84 ബി, 85 ബി ആണ്, 86 സി ആണ്, 87 ബി ആണ്, 88 എ ആണ്, 89 സി ആണ്, 90 ബി ആണ്. ഇനി മാത്സ് ആണ്. ഞാൻ അതിൻ്റെ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ. 81ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 82 ബി, 83 ഡി ആണ്, 84 ബി, 85 ബി ആണ്, 86 സി, 87 ബി, 88 എ ആണ്, 89 സി ആണ്, 90 ബി ആണ്, 91 സി ആണ്, 92 ബി ആണ്, 93 എ ആണ്, 94 സി ആണ്, 95 ബി ആണ്, 96 എ ആണ്, 97 ബി, 98 ഡി, 99 സി, 100 ഡി. ഓക്കെ.